പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 18-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 32 വേഴ്സ് 11 നാം ഇപ്രകാരം വായിക്കുന്നു: കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. നാം ആവർത്തന പുസ്തകം 31-ാം അധ്യായം അവസാന ഭാഗം വായിക്കുമ്പോൾ മോശ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതൊക്കെയും ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട് ലേവ്യരോട് പറയുന്നുണ്ട്, ഈ ന്യായപ്രമാണ പുസ്തകം കൂടാരത്തിന് അടുത്ത് വെക്കണം. ഇത് നിങ്ങൾക്ക് നേരെ ഒരു സാക്ഷ്യമായി തീരും. കാരണം ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ പോലും നിങ്ങൾ ദൈവിക അരുളപ്പാടുകൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ അന്യ ദൈവങ്ങളുടെ അടുക്കിലേക്ക് പോകുന്നു. അതുകൊണ്ട് നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുവാനും മടങ്ങി വരവിന് വേണ്ടി സൂചന നൽകുവാനും ഇത് നിങ്ങൾക്ക് ഒരു വലിയ പലകയാകും. അങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഇതാ മോശ ഒരു പാട്ടായി പാടുകയാണ് 32-ാം അധ്യായം. അതിൽ പറഞ്ഞു വന്ന് 11-ാം വാക്യമായ നമ്മുടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ അവനെ വഹിക്കും എന്നത് സൂചിപ്പിക്കുന്നത് യാക്കോബിനെയാണ്. കാരണം 8, 9, 10 വാക്യങ്ങളിൽ യാക്കോബിന്റെ പേര് എടുത്തു പറയുന്നു. നമുക്കറിയാം, യാക്കോബ് പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്രയേൽ ജനതയാണ്. അപ്പോൾ അവനെ വഹിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രയേൽ ജനതയെ വഹിച്ചു. അതിന് അവർക്ക് മനസ്സിലാകുന്ന, ഇന്നും നമുക്കും മനസ്സിലാകുന്ന ഒരു ചെറിയ ഉദാഹരണത്തിലൂടെയാണ് കഴുകൻ കൂട് അനക്കി തന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്. നമുക്ക് ഏവർക്കും പരിചിതമാണത്. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പറക്ക പഠിപ്പിക്കുന്നത്? ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് കൂട് കെട്ടി അവിടെ തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു. ഒരു പ്രത്യേക സമയം എത്തുമ്പോൾ ദൈവം ഈ പക്ഷിക്ക് നൽകിയിരിക്കുന്ന നൈസർഗികമായിട്ടുള്ള ഗുണമനുസരിച്ച് ആ കുഞ്ഞുങ്ങൾ അതിന്റെ പാകതയിൽ എത്തി എന്ന് ബോധ്യപ്പെടുമ്പോൾ അതിന്റെ കൂട്, അതുവരെ മുട്ടയിട്ട് പൊരുന്നിരുന്നതിനെ വളർത്തിക്കൊണ്ടുവന്ന് കൂട് കൊത്തിയിളക്കി കൂടില്ലാതാക്കി ഈ സന്തോഷത്തോടെ അമ്മയും അപ്പനും കൊണ്ടുതരുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിരുന്ന ഈ കഴുകക്കുഞ്ഞുങ്ങൾ താഴേക്ക് നിപതിക്കും. ആ താഴേക്ക് വരുമ്പോൾ അറിയാതെ, അതെ, ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ പ്രാണരക്ഷാർത്ഥം അതിന്റെ തൂവലുകൾ വന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞു ചിറക് ആകാശത്തിൽ തുഴയുവാൻ തുടങ്ങും. അങ്ങനെ അത് പറക്ക പഠിക്കുകയാണ്. അങ്ങനെ പറക്ക പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞ് പറക്ക പൂർത്തീകരണത്തിൽ എത്താതെ താഴെ ഭൂമിയിലേക്ക് പതിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ, അല്ല, ഈ തള്ളപ്പക്ഷിക്ക് തോന്നുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അതിന്റെ വിശാലമാർന്ന ചിറക് വിരിച്ച് ചിറകിന്മേൽ തന്റെ കുഞ്ഞിനെ വഹിക്കും. പറയുന്നു, ഇതുപോലെ തന്റെ ജനത്തെ വഹിക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. 2024
ജൂൺ മാസം 18 ചൊവ്വാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള ആത്മീയ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജലത്തിന്റെ പ്രേക്ഷകരെ, ദൈവമക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ വരുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മെ തകർക്കുവാനല്ല, ഇല്ലാതാക്കുവാനല്ല, ഉന്മൂലനം ചെയ്യുവാനല്ല, നമ്മളെ പ്രാപ്തിപ്പെടുത്തുവാനാ, നമ്മളെ ബലപ്പെടുത്തുവാനാ, നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനാ. നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, നാം തളർന്നു പോകും, തകർന്നു പോകും എന്ന് ദൈവത്തിന് ഒരു വ്യക്തമായ ധാരണ വരുമ്പോൾ നിശ്ചയമായും ദൈവം അതിന് തക്ക പ്രതിവിധി വ്യക്തിയിൽ കൂടെയെങ്കിൽ വ്യക്തിയിൽ കൂടെ, സാഹചര്യങ്ങളെങ്കിൽ സാഹചര്യങ്ങളിൽ കൂടെ, ഏതു വിധത്തിലാണെങ്കിലും ദൈവം അതിന് പ്രതിവിധി കണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട വേദനയോടെ ഡിപ്രഷനിലോ മാനസിക സംഘർഷങ്ങളിലോ ജീവിതത്തിന്റെ പ്രതികൂലത്തിലോ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ? പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തെ 40 വർഷം 41 സ്ഥാനങ്ങളിൽ അവർ കൂടാരമടിച്ച് അവരുടെ ജൈത്രയാത്ര തുടർന്നപ്പോൾ അവരുടെ വസ്ത്രം പഴകാതെ, അവരുടെ ചെരുപ്പ് ചെറുതാകാതെ അവരെ പരിപാലിച്ച ഒരു ദൈവം എന്നെ നിങ്ങളെ പരിപാലിക്കുവാൻ മതിയായവനാ. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന് മറുപടി തരുവാൻ, അതിന്മേൽ നീക്കുപോക്ക് തരുവാൻ, ജയം തരുവാൻ നാം ആരാധിക്കുന്ന കർത്താവ് വിശ്വസ്തൻ തന്നെയാണ്. അതെ, ഇസ്രായേൽ ജനത്തെ അങ്ങനെ ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ കൂടനക്കി കാക്കും പോലെ പരിപാലിച്ചുവെങ്കിൽ നിശ്ചയമായും പ്രാർത്ഥിക്കുന്ന നമ്മെ പരിപാലിപ്പാൻ ദൈവം മതിയായവനാ. ആകയാൽ നിങ്ങളുടെ ഭാരവും പ്രയാസവും ജീവിതത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ധൈര്യത്തോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. പ്രശ്നങ്ങളില്ലെന്നോ, രോഗമില്ലെന്നോ, ബാധ്യതകളില്ലെന്നോ, ജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികൾ ഇല്ല എന്നോ ഒന്നുമല്ല ഞാൻ ഇതുകൊണ്ട് അർത്ഥമാക്കിയത്. ഇവയെല്ലാം ഉണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിനെ അതിജീവിക്കുവാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു ദൈവം ജീവിക്കുന്നുവെന്ന തിരിച്ചറിവ് നമ്മിൽ വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല. പിന്നെ നമ്മുടെ മുഖം വാടുകയില്ല, നമ്മൾ നിരാശപ്പെടുകയില്ല, നമ്മൾ പരിഭവം പറയുകയില്ല, നമ്മൾ പ്രാർത്ഥിക്കാതെ ഇരിക്കുകയില്ല. നമ്മൾ സ്വസ്ഥരായി സമാധാനത്തോടെ ഉറങ്ങുവാൻ, പ്രവർത്തിക്കുവാൻ, കുടുംബകാര്യങ്ങൾ നോക്കുവാൻ, ആത്മീയ കാര്യങ്ങളിൽ ജാഗരൂകരാകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ആകയാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം കേൾക്കുന്ന ദൈവജനമേ, ഒരു കഴുകൻ കൂടനക്കി തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ, അവരെ പറക്കമുറ്റ് പ്രാപ്തിയാക്കുന്നത് പോലെ തമ്പുരാൻ തന്റെ ചിറകിന്മേൽ എന്നെയും നിങ്ങളെയും വഹിച്ച് പ്രാപ്തരാക്കി നമ്മളെ നിർത്തുവാൻ, പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ, പ്രശ്നങ്ങളെ നേരിടുവാൻ ശക്തരാക്കി തീർക്കുവാൻ മതിയായവനാ. ആ കർത്താവ് ഇന്ന് പകൽ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെയുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ വിട്ട് മൈലുകൾക്കപ്പുറമായിരിക്കാം, കടലുകൾക്കപ്പുറമായിരിക്കാം. ഒരുപക്ഷെ ചില ആഴ്ചകളായി കാണാം നിങ്ങളെ ബന്ധപ്പെട്ടിട്ട്. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം മതിയായവനാ. ആ ചിറക് എന്നും നിങ്ങളെ വഹിക്കുവാൻ പ്രാപ്തമാണ്. ആ ദൈവകരങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ച പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ഉയരത്തിലെ ബലം, കൃപ, നന്മ, അനുഗ്രഹം ധാരാളമായി ചൊരിഞ്ഞ് നിങ്ങളെ എല്ലാവിധ നന്മകളോടെ തമ്പുരാൻ നടത്തട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തെ ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കുന്നു ആ നിലകളിൽ പരിപാലിച്ച ദൈവസ്നേഹത്തെക്കുറിച്ച്
പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശയിൽ കൂടെ ആവർത്തന പുസ്തകത്തിൽ താൻ ആവർത്തിച്ച് ഇസ്രായേൽ പ്രഭുക്കന്മാരോട് പറഞ്ഞത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും പ്രതികൂലത്തിലായി, പ്രതിസന്ധിയിലായി തളർന്നു പോകുന്നവരാ, വീണു പോകുന്നവരാ. എന്നാൽ ഞങ്ങൾ വീഴാതെ, താഴാതെ, തളരാതെ ഞങ്ങളെ അവിടുത്തെ വിശാലമായ ചിറകിൽ വഹിക്കുമെന്ന് ഇന്ന് ഞങ്ങൾക്ക് വചനത്തിൽ കൂടെ ഉറപ്പ് നൽകിയതിനായി സ്തോത്രം. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വചനപ്രകാരം ഏവരെയും മാനിച്ച് അനുഗ്രഹിച്ച് ദൈവകൃപയോടെ പരിപാലിക്കണമെന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കൈക്കൊള്ളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീഴുവാൻ, താഴുവാൻ, തകരുവാൻ തമ്പുരാൻ സമ്മതിക്കുകയില്ല. നിങ്ങളെ തക്ക സമയത്ത് തന്റെ കരങ്ങളിൽ വഹിക്കും. അതിന് കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ, സർവ നന്മകളാലും നിറയ്ക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.